നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ഇതുവരെയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി വിശകലനം ചെയ്യുന്ന ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യസഭ വീണ്ടും നടപടികൾ ആരംഭിച്ചുവെന്നുള്ള വാർത്ത വരുന്നുണ്ട്. എന്നാൽ രാജ്യസഭയിൽ വീണ്ടും പ്രതിഷേധം നടക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ വരാനിരിക്കുന്നു. ഇന്ത്യ സഖ്യ യോഗത്തിന്റെ നേതാക്കൾ അല്പസമയത്തിനകം യോഗം നടക്കുന്ന സ്ഥലത്തെത്തുമെന്ന വാർത്തയും വരുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്കാണ് ആദ്യം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇന്നും തുടരുകയാണ്. പ്രോട്ടോകോൾ ലംഘിച്ച് മിഠായി തെരുവിലിറങ്ങിയ ഗവർണറുടെ നടപടി അനുകരണീയ മാതൃകയല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ ഒരു നോട്ടീസും ഇല്ലാതെ ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന സ്ഥലമാണ് കേരളമെന്ന് ഗവർണർ രാജ്യത്തെ ബോധ്യപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ആളുകൾക്ക് ഈ ഒരു നോട്ടീസും ഇല്ലാതെ പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന എത്ര സ്ഥലങ്ങൾ വേറെയുണ്ട്, എത്ര സംസ്ഥാനമുണ്ട്. അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. കേരളത്തിൽ ഇറങ്ങി ചെല്ലുന്നതിനോ നടക്കുന്നതിനോ സാധാരണഗതിയിൽ ഒരു പ്രയാസമില്ല. അപ്പോൾ കേരളത്തിൻ്റെ ക്രമസമാധാന നില വളരെ ഭദ്രമാണ് എന്ന് ഈ ഗവർണർക്ക് തന്നെ ഇതിലൂടെ ബോധ്യമാവുകയും അത് തൻ്റെ നടപടിയിലൂടെ രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്ന നിലയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയായാലും ഇത് ചെയ്യാൻ പാടില്ല. ഈ ക്രമസമാധാന നില വളരെ ഭദ്രമായാലും ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി സാധാരണ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് തോന്നിയ പോലെ ഇറങ്ങി നടക്കുന്നത് അത് അനുകരണീയമായ മാതൃകയല്ല. അത് ചെയ്തത് തീർത്തും തെറ്റായൊരു കാര്യമാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ ചാൻസലറായ ഗവർണർ പങ്കെടുത്ത സെമിനാറിൽ നിന്ന് വിട്ടുനിന്ന വൈസ് ചാൻസലറോട് വിശദീകരണം തേടാൻ രാജ്ഭവന്റെ തീരുമാനം. പ്രോട്ടോകോൾ പാലിക്കാതെ ഗവർണർ സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്കും കേന്ദ്രത്തിനും കത്തയക്കാൻ സംസ്ഥാന സർക്കാരും നീക്കം തുടങ്ങി. അതേസമയം സെമിനാറിൽ പങ്കെടുക്കാത്തതിന് ഇതുവരെ രാജ്ഭവൻ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ MK ജയരാജ് പറഞ്ഞു. അനാരോഗ്യം കാരണമാണ് പങ്കെടുക്കാതിരുന്നത്. പകരം ചുമതല നൽകേണ്ട VC സ്ഥലത്തുണ്ടായിരുന്നില്ല. ക്യാമ്പസിൽ ഗവർണർക്കെതിരായ ബാനർ ഉയർന്ന വിഷയത്തിൽ ഇന്ന് വിശദീകരണം നൽകുമെന്നും VC പറഞ്ഞു. ചോദിച്ചിട്ടുമില്ല, ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ VCനെ പകരം ചുമതലപ്പെടുത്തിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇല്ല, VC ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്നുണ്ടായ അസുഖല്ലേ. അന്ന് ഗവർണർ താങ്കളെ വിളിച്ചു വരുത്തി വലിയ തോതിൽ ആക്രോശിക്കില്ല. അതിപ്പോ ഞാനൊന്നും പറയില്ല, ഞാൻ പിന്നെ പറയാം. ഇപ്പൊ ഒന്നും പറയുന്നില്ല. എനിക്ക് അതിപ്പോ കൊടുക്കും തയ്യാറാക്കിയിട്ടുണ്ട്. അല്ല, ഞാൻ അതിനെ കുറിച്ച് ഇപ്പൊ ഒന്നും പ്രതികരിക്കുന്നില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VA ഗിരീഷും കോഴിക്കോട് നിന്ന് അരുൺ പാറയ്ക്കലും ചേരുകയാണ്. ആദ്യം VA ഗിരീഷിലേക്ക്. ഗിരീഷ്, മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഇന്ന് വരുന്നു. എന്തായാലും കേരളം ക്രമസമാധാന പ്രശ്നമുള്ള നാടല്ലെന്ന് ഗവർണർ തന്നെ തെളിയിച്ചു എന്ന് പറയുന്നു. പക്ഷേ അതിലൊക്കെ ഉപരിയായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഗവർണർക്കെതിരായി രാഷ്ട്രപതിക്കും ഒക്കെ ഒരു പരാതി നൽകാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? അതേപോലെ തന്നെ ഇന്ന് രാജ്ഭവൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലാണ് പ്രതികരിച്ചിരിക്കുന്നത്? അവരുടെ മുന്നോട്ടുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും? രൂക്ഷമാകുമ്പോൾ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് ഇരുപക്ഷവും ഉള്ളത്. ഗവർണർക്കെതിരായിട്ടുള്ള നിലപാട് ശക്തമാക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇക്കാര്യത്തിൽ ഗവർണർ പ്രോട്ടോകോൾ പാലിക്കുന്നില്ല, സംസ്ഥാനത്ത് ക്രമസമാധാന ലംഘനമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്രത്തിനും അതോടൊപ്പം തന്നെ രാഷ്ട്രപതിക്കും കത്ത് നൽകുന്നതിനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുന്നത്. ഇതിൻ്റെ തുടർ ചർച്ചകളിലേക്ക് ഉന്നതതലത്തിൽ നടപടികൾ നീങ്ങിക്കഴിയുകയും ചെയ്തു. ഇതിലേറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം മിഠായി തെരുവിൽ ഗവർണർ നടത്തിയ മിന്നൽ സന്ദർശനവും അതോടനുബന്ധിച്ച് ഉണ്ടായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായും സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. എന്നാൽ അതേസമയം തന്നെ ഗവർണർക്കെതിരെ രാഷ്ട്രീയമായി നീങ്ങാനും ഇപ്പോൾ CPIM-ഉം ഇടതുമുന്നണിയും ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് SFI ഉയർത്തുന്ന ഒരു സമരം അത് DYFI-യിലേക്കും പിന്നീട് വർഗ ബഹുജന സംഘടനകളിലേക്കും എത്തിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ CPIM. എന്നാൽ അതേസമയം തന്നെ CPIM നേരിട്ട് ഇപ്പോൾ സമരരംഗത്ത് എത്തുന്നില്ല. പകരം ഈ പോഷക സംഘടനകളെയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളെയും കൊണ്ട് അവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അതിന് കൂടുതൽ പിന്തുണ നേടുന്നതിനുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടി ഇപ്പോൾ നടക്കുകയുണ്ട്. അതേസമയം തന്നെ ഗവർണർ ആകട്ടെ തൻ്റെ നിലപാടിൽ ഇനി വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലേക്ക്, എന്ന കടുത്ത നിലപാട്
നിലപാടിലേക്ക് നീങ്ങുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കാലിക്കറ്റ് സർവകലാശാല VC-യോട് ഇപ്പോൾ വിശദീകരണം തേടാൻ രാജ്ഭവൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണർ ഉദ്ഘാടനം ചെയ്ത സെമിനാറിൽ നിന്ന് VC വിട്ടുനിന്നു. അത് എന്ത് കാരണത്താലാണ് വിട്ടുനിന്നത്? അതോടൊപ്പം തന്നെ ചാൻസലർ കൂടിയായ ഗവർണർ ഒരു സർവകലാശാലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അധ്യക്ഷനാകേണ്ടത് അതിൻ്റെ VC ആണ്. ഇവിടെ VC അനാരോഗ്യം ചൂണ്ടിക്കാട്ടി മാറി നിൽക്കുമ്പോൾ പകരം പ്രോ VC-ക്ക് എന്തുകൊണ്ട് ചുമതല നൽകിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് രാജ്ഭവൻ ഉന്നയിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കാലിക്കറ്റ് VC-യോട് വിശദീകരണം തേടും. ഇതിനുശേഷം ആ മറുപടി കൂടി ഉൾക്കൊണ്ടാകും VC-ക്കെതിരെ നടപടിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് രാജ്ഭവൻ കടക്കുക. അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെ മറ്റൊരു നീക്കം കൂടി രാജ്ഭവൻ ഇപ്പോൾ സജീവമാക്കുന്നുണ്ട്. അത് സാമ്പത്തിക അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ തന്നെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന ഒരു നിവേദനം ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ അഭിപ്രായം തേടാനായി രാജ്ഭവൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ചീഫ് സെക്രട്ടറി ഇതുവരെ ഇതിന് മറുപടി നൽകിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകാനാണ് രാജ്ഭവൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അരുൺ പാറക്കൽ കൂടി ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അരുൺ, കഴിഞ്ഞ ദിവസത്തെ ചടങ്ങിൽ VC പങ്കെടുക്കുന്നില്ല. VC പറയുന്നത് അനാരോഗ്യമാണ്, പെട്ടെന്ന് വന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. അത് നേരത്തെ എങ്ങനെയാണ് പ്രവചിക്കാൻ കഴിയുന്നത്? പക്ഷെ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പ്രോ VC അയച്ചില്ല എന്നൊരു ചോദ്യം രാജ്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇക്കാര്യത്തിൽ വിശദീകരണം തേടും എന്ന് പറയുന്നു. പക്ഷേ അക്കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അതിൽ വ്യക്തത വൈസ് ചാൻസലർ വരുത്തിയിട്ടുണ്ടോ? അതേപോലെ തന്നെ ഈ ക്യാമ്പസിൽ ബാനറുകൾ ഉയർത്തിയ കാര്യത്തിലും ഒരു വിശദീകരണം ഇന്ന് നൽകുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതെപ്പോഴാണ് നൽകുക? ക്രിസ്റ്റീന, സാധാരണഗതിയിൽ ചാൻസലർ ഈ ക്യാമ്പസുകളിൽ എത്തുമ്പോൾ, സർവകലാശാലകളിൽ എത്തുമ്പോൾ, സർവകലാശാലയിലുള്ള ഔദ്യോഗിക പരിപാടികളിൽ വൈസ് ചാൻസലറും ചാൻസലർക്കൊപ്പം പങ്കെടുക്കേണ്ടതുണ്ട്. ഇന്നലെ കോഴിക്കോട് സർവകലാശാലയിൽ ഗവർണർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പരിപാടി ഭാരതീയ വിചാര കേന്ദ്രവും സനാതന ധർമ്മപീഠം ചെയറുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറായിരുന്നു. ആ സെമിനാറിൽ അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്ന വൈസ് ചാൻസലർ ഇന്നലെ അവസാന നിമിഷം പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. സെമിനാറിൽ അധ്യക്ഷത വഹിച്ച സ്വാമി ചിദാനന്ദപുരി ഉൾപ്പെടെ ഇതിൽ VC പങ്കെടുക്കാത്തതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. അതേക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഗവർണറും തയ്യാറായില്ല. അനാരോഗ്യം മൂലമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്നാണ് ഇപ്പോൾ VC-യുടെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം. ഡോക്ടർ MK ജയരാജുമായി നമ്മൾ അല്പസമയം മുൻപ് സംസാരിച്ചിരുന്നു. ആ സമയത്ത് പറഞ്ഞത് പെട്ടെന്നുണ്ടായ അസുഖമാണ്, അതുകൊണ്ടാണ് തനിക്ക് പങ്കെടുക്കാൻ കഴിയാതിരുന്നതെന്ന് പറഞ്ഞു. എങ്കിൽ പ്രോ VC-ക്ക് പകരം ചുമതല നൽകേണ്ട പ്രോ VC-ക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ചുമതല നൽകിക്കൂടെ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി പ്രോ VC സ്ഥലത്തുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ നടക്കാതിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും രാജ്ഭവൻ ഇക്കാര്യത്തിൽ വിശദീകരണം തേടുമെന്ന് രാവിലെ മുതലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ VC പറയുന്നത് ഈ ഒരു കാര്യത്തിൽ സെമിനാറിൽ പങ്കെടുക്കാത്തതിൽ രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ വിശദീകരണങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് അതേക്കുറിച്ച് മറുപടി പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് VC കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രതിഷേധം സർവകലാശാലയിലുടനീളം കഴിഞ്ഞ 3 ദിവസമുണ്ടായ ചാൻസലർക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഗവർണർക്ക് മറുപടി നൽകും, രാജ്ഭവന് മറുപടി നൽകുമെന്നാണ് VC അറിയിച്ചിരിക്കുന്നത്. VC കറുത്ത ബാനറുകൾ സർവകലാശാലയിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് അത് മാറ്റാൻ VC-യോട് ആവശ്യപ്പെട്ടിരുന്നു. അന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി VC-യോടും രജിസ്ട്രാറിനോടും ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് എത്താൻ പറഞ്ഞിരുന്നു. എന്നാൽ വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ വൈസ് ചാൻസലർ ഗവർണറെ കാണാൻ തയ്യാറായത്. പരസ്യമായി ശാസിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതേക്കുറിച്ചുള്ള VC-യുടെ പ്രതികരണം ഇപ്പോൾ താൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും നിയമപരമായുള്ള കാര്യങ്ങളെക്കുറിച്ച് VC പഠിക്കുകയാണ്, ഗവർണർക്ക് അതിനുള്ള അധികാരമുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുകയാണ് എന്നാണ് VC-യുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. ഇതേക്കുറിച്ച് അടുത്ത ദിവസങ്ങളിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ, ബാനർ ഉയർത്തിയ വിഷയത്തിൽ ഇന്നിപ്പോൾ VC മറുപടി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, കാലിക്കറ്റ് സർവകലാശാലയിലെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഗവർണർ നടത്തിയ പ്രതികരണം, അത് അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ട്, അധികാര പരിധിയിലല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, ഇക്കാര്യത്തിലൊക്കെ നിയമോപദേശം തേടാനൊരുങ്ങുകയാണ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷും കോഴിക്കോട് നിന്ന് അരുൺ പാറക്കലും. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത, KPCC-യുടെ ഡിസംബർ 23 ഈ മാസം 23 നടക്കുന്ന DGP ഓഫീസ് മാർച്ചാണ്. ഡിസംബർ 23 1,00,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ മാർച്ച് നടത്തും. യൂത്ത് കോൺഗ്രസിനെയും KSU പ്രവർത്തകരെയും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ, അതേപോലെ തന്നെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സുരക്ഷയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരൊക്കെ ആക്രമിക്കുന്ന സംഭവങ്ങളിൽ പ്രതിഷേധിച്ചായിരിക്കും ഡിസംബർ 23 നടത്തുന്ന മാർച്ചെന്നാണ് KPCC അറിയിച്ചിരിക്കുന്നത്.
ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ രൂക്ഷമായി കടന്നാക്രമിച്ച് ഇന്നും മന്ത്രിമാർ. ഗവർണറെ അടിയന്തരമായി തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടുമെന്ന് മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. സർക്കാരിനെയും ഗവർണറെയും ഒരുപോലെ കുറ്റപ്പെടുത്തുകയാണ് പ്രതിപക്ഷം. സംസ്ഥാന ഭരണം കേന്ദ്രത്തിന് ഏറ്റെടുക്കാനുള്ള വകുപ്പ് ഓർമ്മിപ്പിച്ച് ബിജെപി നേതാവ് പി കെ കൃഷ്ണദാസ് രംഗത്തെത്തി. ഞാൻ കണ്ണൂരോ തൃശ്ശൂരോ കോഴിക്കോടോ തിരുവനന്തപുരമോ ആലപ്പുഴയോ എന്നല്ല, ബ്ലഡി കണ്ണൂർ എന്ന വാക്കൊക്കെ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു ധാരണയുടെ ഏറ്റവും അപ്പുറത്തേക്ക് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെ നിലവിട്ട് പെരുമാറിയാൽ ഇദ്ദേഹത്തിൻ്റെ നിലവിട്ടുവെന്നും നിലവിട്ടൊരാളെ ഇവിടെ ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്നത് ഗുണകരമല്ലെന്നും ബന്ധപ്പെട്ടവരോട് പറയാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെൻറ്റിനുണ്ട്. അത് നിറവേറ്റും. ഞങ്ങൾ AKG സെൻറ്ററിൽ നിന്ന് ഈ കൊടുക്കുന്നത് പോലെ മാരാർജി മന്ദിരത്തിൽ നിന്ന് പട്ടിക കൊടുക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. അല്ല, 356 വകുപ്പ് ഭരണഘടനയിലുണ്ട് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അല്ല, അങ്ങനെ ഉണ്ട്. ഞങ്ങൾ 356 വകുപ്പ് ഉപയോഗിച്ച് ഏതെങ്കിലും ഗവൺമെൻറ്റിനെ പിരിച്ചുവിടണം എന്നൊന്നും ആവശ്യപ്പെടുന്നില്ല. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികരായ കോൺഗ്രസ്സാണ് 100-ലധികം തവണ കേരളത്തിലെ EMS ഗവൺമെൻറ്റിനുൾപ്പെടെ 356 വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിട്ടത്. CPM 34 വർഷം ഭരിച്ച ബംഗാളിൽ ഞങ്ങളിന്ന് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായത് 356 വകുപ്പ് ഉപയോഗിച്ചിട്ടില്ല. ബംഗാളിൽ സംഭവിച്ചതുപോലെ ത്രിപുരയിൽ സംഭവിച്ചതുപോലെ ജനാധിപത്യപരമായി രാഷ്ട്രീയമായി പോരാട്ടം നടത്തി ബംഗാളിലെ പോലെ ത്രിപുരയെ പോലെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ ഗവർണറെ തിരിച്ചു വിളിക്കാനുള്ള ഒരു ആവശ്യം സംസ്ഥാനം ഉന്നയിക്കും എന്ന് മന്ത്രിമാർ ഇന്ന് ആവർത്തിച്ച് പറയുന്നു. മുഖ്യമന്ത്രിയും സമാനമായ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ ആർട്ടിക്കിൾ 155, 156 പ്രകാരം രാഷ്ട്രപതിയുടെ പ്ലഷർ, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗവർണർ തുടരുന്നത്. അദ്ദേഹവും ഇന്നലെ മുഴുവൻ പറഞ്ഞതും അതുതന്നെയാണല്ലോ. കാരണം രാഷ്ട്രപതിയോട് മാത്രമാണ് തനിക്ക് ഉത്തരവാദിത്വമുള്ളത് എന്നാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലായിരിക്കും സംസ്ഥാനം ഇക്കാര്യത്തിലൊരു നിലപാടെടുക്കുക? എന്ത് നിലപാടായിരിക്കും എടുക്കുക? ഗവർണറെ തിരിച്ചു വിളിക്കാനായി സർക്കാർ, വിവിധ മന്ത്രിമാർ ഇതിനുമായി ഒരു ആവശ്യം ഉന്നയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മുഖ്യമന്ത്രിയും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കാൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി കെ രാജനും ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സർക്കാരിനെയും ഗവർണറെയും ഒരുപോലെ കുറ്റപ്പെടുത്തുകയാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ. സംസ്ഥാന ഭരണം കേന്ദ്രത്തിന് ഏറ്റെടുക്കാൻ വകുപ്പുണ്ടെന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് BJP നേതാവ് പി കെ കൃഷ്ണദാസ്. മുൻപ് തന്നെ ഗവർണർ സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ടെന്ന രീതിയിലുള്ള സൂചനകൾ പലതവണ തന്നിരുന്നു. ഇന്നലെയും ഇതേ കാര്യം തന്നെ ഗവർണർ ആവർത്തിക്കുകയുണ്ടായി. ഇപ്പോൾ പി കെ കൃഷ്ണദാസും ഇതേ കാര്യം തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം, സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് അതീതമായി സംസ്ഥാനത്തെ ക്രമസമാധാന നില വഷളാകുമ്പോൾ അത് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്ത് രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനുള്ള ഒരു സൂചന, അതും വീണ്ടും പി കെ കൃഷ്ണദാസ് പറയുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നാണ് ചേരുന്നത്. ഷഫീദ്, ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ ഒരു നിലപാട് എന്താണ്? ഏത് തരത്തിലുള്ള നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? അതായത് രാഷ്ട്രപതിയോട് സംസ്ഥാനത്തിന് ഏത് സാഹചര്യത്തിലാണ് ഗവർണറെ കുറിച്ച് ഇത്തരത്തിലുള്ള പരാതി സൂചിപ്പിക്കാൻ സാധ്യതയുള്ളത്? അത് ഏത് രീതിയിലായിരിക്കും സ്വീകരിക്കപ്പെടുക? ക്രിസ്ത്യന, സംസ്ഥാനത്തെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം ഗവർണറുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ വിവരം അറിയിക്കാനും അതേപോലെ ആവശ്യമെങ്കിൽ രാഷ്ട്രപതിയെ സമീപിക്കാനും കത്തയക്കാനുമാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നൽകിയിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിഠായി തെരുവിലെ സന്ദർശനമടക്കമുള്ള കാര്യങ്ങൾ പ്രോട്ടോകോൾ ലംഘനമായി. മന്ത്രിസഭ ഒന്നാകെ ഗവർണറെ വിമർശിച്ച ഇന്ന് രംഗത്തെത്തുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഗവർണർക്ക് ചേരാത്ത രീതിയിലുള്ള ചില പ്രതികരണങ്ങളും രീതികളും
നടപടികളും എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമായി ഉയർത്തുന്ന കാര്യം. മന്ത്രി പി രാജീവ് അടക്കമുള്ള ആളുകൾ രൂക്ഷമായ ഭാഷയിലാണ് ഗവർണർ വിമർശിച്ച രംഗത്തെത്തിയത്. വിചിത്ര ജീവിയെ പോലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പെരുമാറുന്നു എന്നുള്ളതായിരുന്നു മന്ത്രി പി രാജീവിന്റെ കുറ്റപ്പെടുത്തൽ. മിഠായി തെരുവിലെ സംഭവമടക്കം ആസൂത്രിതമായ ഗൂഢാലോചന, അത് RSSുമായി ചേർന്ന് നടത്തിയ കൂടിയാലോചനയ്ക്ക് ശേഷം എടുത്തതാണ് എന്നുള്ള കുറ്റപ്പെടുത്തൽ മന്ത്രി സജി ചെറിയാൻ നടത്തുന്നു. മന്ത്രി കെ രാജനും അതേപോലെ തന്നെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകളും ഗവർണറുടെ രീതിയെ വിമർശിച്ച് രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പടയൊരുക്കം അതല്ലെങ്കിൽ ഈ ഗവർണർ സർക്കാർ പോര് അതിനൊരു അനുനയ സാധ്യത നിലവിൽ ഇപ്പോൾ കാണാനില്ല. നിലവിൽ ഇപ്പോൾ ഗവർണറുടെ കാലാവധി അത് അടുത്ത സെപ്റ്റംബർ വരെ നീളും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതുവരെ സംസ്ഥാനത്ത് ഈ രീതിയിൽ പോകാൻ കഴിയുമോ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. ഗവർണറുടെ ഭാഗത്തു നിന്നും രാജ്ഭവന്റെ ഭാഗത്തു നിന്നും നിലവിലെടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണർ ഇന്നലെ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം അതാണ്. ഏതായാലും ഇക്കാര്യത്തിലെ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് ഇങ്ങനെ തുടരുന്നതിനിടെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മറ്റു ചില നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. പക്ഷേ രാഷ്ട്രപതിക്ക് കത്തയക്കാനോ കേന്ദ്ര സർക്കാരിനെ വിവരം ധരിപ്പിക്കാനോ ഉടൻ തന്നെ ചില നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. ക്രിസ്tina. ശരി, അതേപോലെ തന്നെ ഇന്ന് PK കൃഷ്ണദാസിന്റെ ഒരു പ്രതികരണവും വന്നിരുന്നല്ലോ. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം വരേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന സൂചനയാണല്ലോ അദ്ദേഹം നൽകുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ നേരത്തെ തന്നെ മന്ത്രിമാർ മറുപടി പറഞ്ഞിരുന്നു. BJP അജണ്ട അനുസരിച്ച് സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം ഗവർണർ നടത്തുന്നു. RSSന്റെയും BJPയുടെയും ടൂളായി ഗവർണർ മാറുന്നു. ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം സൂചിപ്പിച്ചത്, അതായത് ചില മാധ്യമങ്ങൾ പറയുന്നത് പോലെ തന്നെ ഗവർണർക്കെതിരെ അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ അത് നേരിട്ട് മറ്റു ചില കാര്യങ്ങൾക്ക് വഴിയൊരുങ്ങും. അതാണ് ഗവർണർ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ തുറന്നു പറയട്ടെ എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലെ നിലപാട് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ കൂടി ചില വിവക്ഷകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പക്ഷേ ചർച്ചകൾ ആ വഴിക്ക് പോകുമ്പോൾ പോലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഗവർണർ നടത്തുന്ന നിയമവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് അധികാരങ്ങൾക്കപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ, അത് ചാൻസലർ ആണെങ്കിൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെ അടക്കം സമീപിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട്. ഗവർണർ ആണെങ്കിൽ സ്വാഭാവികമായും അത് രാഷ്ട്രപതിക്ക് കീഴിൽ വരുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതിയെ ആ വിവരം അറിയിക്കുകയും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ ആ മട്ടിൽ ചാൻസലറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇത് ധരിപ്പിക്കുകയും ചെയ്താൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നിലവിൽ ഗവർണർ ഉണ്ടാക്കുന്ന തലവേദനകൾക്ക് കുറച്ച് ശമനമുണ്ടാകും എന്നുള്ള വിലയിരുത്തലാണ്. അതേസമയം ഗവർണർ ആകട്ടെ ഇക്കാര്യങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലാതെ ഇങ്ങനെ പോകുന്നു എന്നുള്ള അദ്ദേഹം ഈ RSS BJP സംബന്ധിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഗവർണർ പറയുന്നത് വളരെ ക്ഷുഭിതനായിട്ടുള്ള മറുപടികളാണ് പറയുന്നത്. അതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ക്രിസ്tina. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷഫീദ് റാവുത്തർ. പ്രതിപക്ഷത്തിനെതിരായ കൂട്ട സസ്പെൻഷൻ നടപടി പാർലമെന്റിൽ തുടരുന്നു. ഇന്ന് 50 MPമാരെ കൂടി സസ്പെൻഡ് ചെയ്തു. ഇന്ന് സസ്പെൻഷനിലായവരിൽ KPCC അധ്യക്ഷൻ K സുധാകരനും ഡോക്ടർ ശശി തരൂരും അബ്ദുൾ സമദാനിയും അടൂർ പ്രകാശും ഡാനിഷ് അലിയും സുപ്രിയ സുലെയും ഉൾപ്പെടും. 50 MPമാരെ കൂടി സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ പാർലമെന്റ് നടപടികൾ വീണ്ടും തുടങ്ങിയപ്പോൾ ജയ് ശ്രീറാം വിളികളുമായി BJP അംഗങ്ങൾ രംഗത്തെത്തി. ലോക്സഭ ശേഷിക്കുന്ന പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. ഈ സമ്മേളനകാലത്ത് ഇതുവരെ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് 141 MPമാരാണ്. രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ആർക്കെ നല്ലൊരു ശതമാനം MPമാരും കൂട്ട സസ്പെൻഷനിരയായി ഈ സമ്മേളന കാലത്ത് നിന്ന് മാറി നിൽക്കും. ഇനിയുള്ള ബില്ലുകൾ ചർച്ചകളൊക്കെ ഇവരുടെ അഭാവത്തിലായിരിക്കും നടക്കുക. എത്രത്തോളം ഫലപ്രദമാകും ഇത്? കാരണം പ്രധാനമന്ത്രി തന്നെ ഈ ശീതകാല സമ്മേളനത്തിന് മുൻപായി വളരെ ക്രിയാത്മകമായ ചർച്ചകൾ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ വേണം എന്നാവശ്യപ്പെട്ടതാണല്ലോ. പക്ഷേ നല്ലൊരു ശതമാനം MPമാർ വിട്ടുനിൽക്കെ ഏത് രീതിയിലായിരിക്കും ഇനി ഈ ശീതകാല സമ്മേളനം മുന്നോട്ട് പോവുക? വേഗത്തിൽ ബില്ലുകൾ പാസ്സാക്കുക എന്നതാണ് ഇപ്പോൾ സർക്കാരിന്റെ ലക്ഷ്യം. അതുതന്നെ ഇപ്പോൾ നമുക്ക് സഭയിൽ കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ്. CGSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ബില്ലാണ് ഇന്ന് ലോക്സഭ പരിഗണിച്ചത്. ആ ലോക്സഭയിൽ ഏകപക്ഷീയമായിട്ടുള്ള ഒരു ചർച്ച നമുക്ക് ഇപ്പോൾ കാണേണ്ടി വരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. അടുത്ത സമയം തന്നെ ഈ ബില്ല് പാസ്സാക്കുന്ന നടപടികളിലേക്ക് കടക്കുകയാണ്. രാജ്യസഭയിലും സമാനമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബില്ലുകൾ, മേശപ്പുറത്തുള്ള ബില്ലുകൾ ഓരോന്നോരോന്നായി ചർച്ച കൂടാതെ പാസ്സാക്കുന്ന ഒരു കാഴ്ച, അത് നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തിന് എത്രത്തോളം ഭൂഷണമാണ് എന്ന ചോദ്യം നിലനിൽക്കെ തന്നെ അത് മുന്നോട്ട് പോവുകയും ബില്ലുകൾ ഓരോന്നായി പാസ്സാകുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ സഭ സമ്മേളിച്ചപ്പോൾ തന്നെ 2 സഭകളിലും ശക്തമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. ലോക്സഭയും രാജ്യസഭയും പലതവണ നിർത്തിവെച്ചു. 12:30 ചേർന്ന ലോക്സഭ സഭാ നടപടികളിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയും നടുത്തള
പൊതുസമ്മേളനത്തിലേക്ക് ഇറങ്ങുകയും ചെയ്ത മുതിർന്ന അംഗങ്ങൾ ഉൾപ്പെടെയുള്ള 50 പേരെ സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സർക്കാരിന്റെ പ്രമേയം അംഗീകരിക്കുകയാണ് ചെയ്തത്. 50 പേരിൽ ശശി തരൂർ അടക്കമുള്ള കെ സുധാകരൻ, കേരളത്തിലെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കെ സുധാകരൻ അടക്കമുള്ള അബ്ദുൾ സമദാനി ഉൾപ്പെടെയുള്ള അടൂർ പ്രകാശ് അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള എംപിമാരും ഈ പട്ടികയിൽ ഉൾപ്പെട്ടു. അങ്ങനെ 50ഓളം പേരുടെ പേരിലാണ് നടപടികൾ ഇന്ന് ഉണ്ടായത്. ഇപ്പോൾ രാജ്യസഭ ലോക്സഭാ നടപടികൾ, ഈ നിയമനിർമ്മാണ നടപടികൾ പുരോഗമിക്കുകയാണ്. രാജ്യസഭാ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനം ഇന്ന് ഉന്നയിക്കുന്ന ഒരു കാഴ്ചയ്ക്കും രാജ്യസഭ സാക്ഷ്യം വഹിച്ചു. രാജ്യസഭയ്ക്ക് പുറത്ത് നടത്തിയ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തൃണമൂൽ കോൺഗ്രസ് അംഗം അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി കൂടിയായ ചെയർമാനെ അനുകരിക്കുന്ന വിധത്തിൽ കാണിച്ച പ്രകടനം അത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിക്ക് എതിരെ രൂക്ഷ വിമർശനത്തിന് രാജ്യസഭാ ചെയർമാനെ പ്രേരിപ്പിച്ചത്. അദ്ദേഹം ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് സഭാ പാരമ്പര്യത്തിന് ഉചിതമല്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അല്പസമയത്തിന് മുമ്പ് കാര്യോപദേശക സമിതിയുടെ യോഗം 2 മണിക്ക് രാജ്യസഭയുടെ കാര്യത്തിൽ ചേർന്നിരുന്നു. ശേഷിച്ച ബില്ലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളോട് സഹകരിക്കണം എന്ന ആവശ്യം ആ ഘട്ടത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി ഈ യോഗത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷ അംഗങ്ങളോട് ആവശ്യപ്പെട്ടു. അവർ നിലവിലുള്ള സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം സഭ സമ്മേളിച്ചപ്പോൾ സഭയിൽ ബഹളമുണ്ടായെങ്കിലും ഈ സഭാ സമ്മേളന നടപടികളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു കാര്യം കൂടി, ഇന്ന് ഈ തമിഴ്നാട്ടിലെ പ്രളയ സാഹചര്യവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പ്രധാനമന്ത്രിയെ കാണാനിരിക്കെ തമിഴ്നാട് സർക്കാരിന് ഈ പ്രളയവുമായി ബന്ധപ്പെട്ട സാഹചര്യം നേരിടുന്നതിൽ രൂക്ഷ വിമർശനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്? ഈ വിഷയത്തിലും രാഷ്ട്രീയം കലരുന്ന ഒരു കാഴ്ചയാണ് നിർഭാഗ്യവശാൽ നമുക്ക് ഇന്ന് സഭയിൽ കാണാൻ സാധിച്ചത്. ഒരുപക്ഷെ ശൂന്യവേളയിലാണ് ഇത് ഉന്നയിക്കാനായിട്ടുള്ള അവസരം ലഭിച്ചത്. അല്പസമയം മുമ്പായിരുന്നു ആ ശൂന്യ വേള ഉണ്ടായിരുന്നത്. അതിന് ഇടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ രാജ്യസഭാ നടപടികൾ 4 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള അംഗങ്ങൾ നിലവിലുള്ള സാഹചര്യങ്ങൾ, ഒരുപക്ഷെ DMK അംഗങ്ങൾ അടക്കമുള്ളവർ വാക്കൌട്ട് നടത്തിയിരുന്ന സാഹചര്യത്തിൽ AIDMK അംഗങ്ങൾ ആണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തമ്പിദുരൈ അടക്കമുള്ള AIDMK അംഗങ്ങളാണ് ഈ വിഷയം സഭയുടെ ശ്രദ്ധയിൽ ശൂന്യവേളയിൽ എത്തിച്ചത്. ഇതിന് തുടർച്ചയെന്ന രീതിയിൽ അവരെ അംഗീകരിക്കുന്ന അഥവാ അനുകൂലിക്കുന്ന രീതിയിലായിരുന്നു കേന്ദ്ര മന്ത്രി BJPയുടെ സഭയുടെ നേതാവ് കൂടിയായിട്ടുള്ള പീയൂഷ് ഗോയലിന്റെ പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളാണ് എന്നുള്ളതാണ്. ഈ വിധത്തിൽ സംസ്ഥാനത്ത് വലിയ ദുരിതങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയതും സർക്കാരിന്റെ വീഴ്ച കൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് സാധ്യമാകുന്ന എല്ലാ സഹായവും തമിഴ് ജനതയ്ക്ക് നൽകും എന്ന ഒരു നിലപാടും അദ്ദേഹം സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ക്രിസ്റ്റീന. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആർ രാധാകൃഷ്ണൻ. ഇന്ത്യ സഖ്യ യോഗത്തിനായി നേതാക്കൾ അശോക ഹോട്ടലിൽ എത്തിച്ചേർന്നു എന്നുള്ള വിവരം ഇപ്പോൾ വരുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. കൊതുകിനെ അകറ്റാൻ ഉപയോഗിക്കുന്ന ദ്രാവകം ഉള്ളിൽ ചെന്ന് 1.5 വയസ്സുള്ള കുഞ്ഞു മരിച്ചു. കാസർഗോഡ് കല്ലൂരാവിയിലെ അൻഷിഫ റഷീദ് ദമ്പതികളുടെ മകൾ ജസ ആണ് മരിച്ചത്. ലിക്വിഡ് മോസ്കിറ്റോ റിപ്പല്ലന്റ് ഉള്ളിൽ ചെന്നയുടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുകയാണ് കാസർഗോഡ് നിന്ന്. അരുൺ, ദാരുണമായൊരു സംഭവമാണ്. ചെറിയ കുഞ്ഞ് ഈ മോസ്കിറ്റോ റിപ്പല്ലന്റ് എങ്ങനെയാണ് അതെടുത്ത് കുടിക്കാനിടയായത്? മറ്റു വിവരങ്ങൾ? ക്രിസ്റ്റീന, ഏറെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് കാസർഗോഡ് കല്ലൂരാവിയിൽ ഉണ്ടായത്. ആ വീട്ടിനകത്ത് വെച്ച് ഈ കുഞ്ഞ് കളിക്കുന്നതിനിടെയാണ് ഈ ദ്രാവകം അബദ്ധത്തിലെടുത്ത് കുടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പെട്ടെന്ന് തന്നെ ശാരീരികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ദേഹാസ്വസ്ഥ്യം ഉൾപ്പെടെ കുഞ്ഞിന് അനുഭവപ്പെട്ടു. അങ്ങനെയാണ് ബന്ധുക്കൾ അടുത്തുള്ള കാഞ്ഞങ്ങാട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചത്. പിന്നീട് ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്നാണ് മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇന്ന് രാവിലെയാണ് ഈ കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചത്. എന്തായാലും ഏറെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. ശ്വാസകോശത്തിൽ ഈ അണുബാധ, അതായത് വിഷാംശം അകത്തിയെന്ന് അണുബാധ ഉണ്ടായതാണ് ഈ മരണകാരണമെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. ഇപ്പോൾ മംഗളൂരുവിലെ ആശുപത്രിയിലാണ് ഈ കുഞ്ഞിൻ്റെ മൃതദേഹമുള്ളത്. അവിടുത്തെ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും നാട്ടിലേക്ക് കൊണ്ടുവരിക. ക്രിസ്റ്റീന. ശരി,
കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺ പൂപ്പറമ്പ്. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ KSU SFI പ്രവർത്തകർ തമ്മിൽ സംഘർഷമെന്നൊരു വാർത്ത വരുന്നുണ്ട്. 3 KSU പ്രവർത്തകർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. KSU യൂണിറ്റ് പ്രസിഡന്റ് അക്ഷയ് ഉൾപ്പെടെ 3 KSU പ്രവർത്തകരെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്ന വാർത്ത വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ വാർത്തയിലേക്ക് പോവുകയാണ്. പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. നേതാക്കൾ അശോക ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. 3.5 മാസത്തിന് ശേഷം ചേരുന്ന യോഗത്തിൽ സഖ്യ സാധ്യതകൾ സംബന്ധിച്ചും പൊതുപരിപാടികൾ സംബന്ധിച്ചും ധാരണയുണ്ടാക്കാനാണ് ശ്രമം. വിശദാംശങ്ങളുമായി ചേരുന്നത് നിതിൻ അംബുജനാണ്. നിതിൻ, ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തി ബാക്കി സഖ്യകക്ഷികൾ കുറ്റപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷെ കഴിഞ്ഞ ദിവസം മമതാ ബാനർജി മറ്റൊരു അഭിപ്രായവുമായി എത്തി. ബംഗാളിൽ പോലും ഒരു സഖ്യ സാധ്യതയുണ്ട്, അത് ഏറെക്കുറെ ഉറപ്പായ ഒരു സാധ്യതയാണ് എന്ന് പറയുമ്പോൾ ഈ സഖ്യത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പുനഃസംഘടന, രാഹുൽ ഗാന്ധിയെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരാളെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള അതിനായി ദാഹിക്കുന്ന ചില നേതാക്കളുമുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലൊരു പുനഃസംഘടന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ ഒരു അജണ്ട എന്താണ്? ക്രിസ്റ്റീന, യോഗം അല്പസമയത്തിന് തന്നെ അശോക ഹോട്ടൽ ആരംഭിക്കും. ഞാൻ ഈ നിൽക്കുന്ന അശോക ഹോട്ടലിൽ നേതാക്കൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. സോണിയാഗാന്ധി, മമതാ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തി. അല്പസമയത്തിന് തന്നെ യോഗം ആരംഭിക്കും. നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ 4ാമത്തെ യോഗമാണ് ഇവിടെ ഡൽഹിയിൽ ഇപ്പോൾ നടക്കാനിരിക്കുന്നത്. പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ വരാനിരിക്കുന്ന ഈ മാസം തന്നെ ഒരുപക്ഷെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഒരു തീരുമാനമാകാൻ ഇന്നത്തെ യോഗത്തിൽ ധാരണയാകും. ഇന്നത്തെ യോഗത്തിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രാരംഭ ചർച്ചകളിലേക്ക് കടക്കും. അതിനുശേഷം ഒരു നിശ്ചയ തീയതിക്കുള്ളിൽ തന്നെ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കാനാകും ഇന്നത്തെ യോഗം തീരുമാനിക്കുക. കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലടക്കം മധ്യപ്രദേശിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊന്നും തന്നെ കോൺഗ്രസ് തയ്യാറാക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പ്രത്യേകിച്ചും സമാജ്വാദി പാർട്ടി അടക്കം വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ യോഗത്തിൽ എല്ലാം തന്നെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു പ്രാരംഭ ചർച്ചകളിൽ കടക്കാൻ തന്നെയാകും യോഗം തീരുമാനിക്കുക. എന്തായാലും സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചേക്കും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടക്കുക എന്ന് തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ മമതാ ബാനർജിയും കോൺഗ്രസുമായും അതോടൊപ്പം തന്നെ ഇടതു പാർട്ടികളുമായി സഖ്യത്തിന് തയ്യാറാണ് എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. മാത്രമല്ല ശിവസേന ഉദ്ധവ് താക്കറെയും നേരത്തെ വ്യക്തമാക്കിയത് സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് വേഗത്തിൽ കടക്കണമെന്നാണ്. സ്വാഭാവികമായിട്ടും അത്തരം ചില ആവശ്യങ്ങൾ തന്നെയാകും പാർട്ടികൾ ഇന്ന് യോഗത്തിൽ ഉന്നയിക്കാൻ സാധ്യത. ഇതിനിടയിലാണ് ഒരു നിർണായക നീക്കവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. സഖ്യ രൂപീകരണ ചർച്ചകൾക്കായി കോൺഗ്രസ് ഒരു 5-അംഗ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. മുകുൾ വാസ്നിക്കാണ് കൺവീനർ. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് കൂടാതെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഘേൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ യോഗത്തിൽ ഈ സമിതിയിൽ അംഗമാണ്. ഇതിൽ നൽകുന്ന സൂചന, ഒന്ന്, സഖ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കോൺഗ്രസ് ഒരു തുറന്ന മനസ്സോടുകൂടി തന്നെ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സ്വീകരിക്കുന്നു എന്നുള്ള സന്ദേശമാണ് ഇത് നൽകുന്നത്. എന്തായാലും ദേശീയ നേതാക്കളെ അടക്കം ഉൾപ്പെടുത്തിയുള്ള ഒരു സമിതി ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ ആ സമിതിയുടെ തുടർ പ്രവർത്തനങ്ങൾ ഇന്നത്തെ യോഗത്തിന് ശേഷം എന്താകും സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പാർട്ടികൾ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 27 പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേതാക്കൾ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. വൈകാതെ തന്നെ യോഗം ആരംഭിക്കും. ശരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ സഖ്യമുണ്ടാക്കാൻ ഒരു നാഷണൽ അലയൻസ് കമ്മിറ്റി കോൺഗ്രസ് രൂപീകരിച്ചിട്ടുണ്ട്. മുകുൾ വാസ്നിക്കാണ് 5-അംഗ സമിതിയുടെ കൺവീനർ. മറ്റംഗങ്ങൾ അശോക് ഗെഹ്ലോട്ട്, ഭൂപേഷ് ബാഘേൽ, സൽമാൻ ഖുർഷീദ്, മോഹൻ പ്രകാശ് എന്നിവർ ഈ സമിതിയിലുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ സഖ്യ സാധ്യതകൾ ചർച്ച ചെയ്യാനുള്ള യോഗം അല്പസമയത്തിനകം ഡൽഹിയിലെ അശോക ഹോട്ടലിൽ ആരംഭിക്കും. നേതാക്കൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ. തെക്കൻ തമിഴ്നാട്ടിലെ പ്രളയത്തിൽ ശ്രീവൈകുണ്ഠത്ത് ട്രെയിനിൽ കുടുങ്ങിയ 100 പേരെ രക്ഷപ്പെടുത്തി. ഇവരെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. പ്രത്യേക ട്രെയിനിൽ ചെന്നൈയിലേക്ക് ഇവരെ കൊണ്ടുപോകും. വിശദാംശങ്ങളുമായി മനീഷ് മൂർത്തി ചേരുകയാണ്. മനീഷ്, ഏത് രീതിയിലാണ് ഇവരുടെ ഒരു രക്ഷാപ്രവർത്തനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? എന്തൊക്കെയായിരിക്കും ഇനിയുള്ള നടപടികൾ? കൃഷിനെ കഴിഞ്ഞ 40 മണിക്കൂറിലധികമായി അവർ ഈ പറഞ്ഞ ശ്രീവൈകുണ്ഠം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിനകത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഏകദേശം 500ഓളം യാത്രക്കാർ അതിനകത്തുണ്ട്. അവിടെ ഇപ്പോഴും, അതായത് ആ ട്രെയിനിന് ചുറ്റുപാടും ഇപ്പോഴും വെള്ളം തന്നെയാണ്. പക്ഷേ വളരെ സുരക്ഷിതമായ ഒരു പാത കണ്ടെത്തുകയാണ് NDRF ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. അവർ ഏകദേശം പകുതിക്ക് മുകളിൽ ഇപ്പോഴും, ഒരാളുടെ പകുതിക്ക് മുകളിൽ ഇപ്പോഴും അവിടെ വെള്ളമുണ്ട്. പക്ഷെ ആ വെള്ളത്തിലൂടെ തന്നെയാണ് ഇവരെ നടത്തിക്കൊണ്ടാണ് 3 കിലോമീറ്ററോളം നടത്തിക്കൊണ്ടാണ് ഈ യാത്രക്കാരെ സുരക്ഷിതമായി മറ്റൊരു വെല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. അവിടെ
മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടൊരു മറ്റു വാർത്തയിലേക്ക് തന്നെയാണ്. മഴക്കെടുതിയിൽ നിന്നും മുക്തമാകാതെ തിരുനെൽവേലി. തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ പൊതുവെ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. തിരുനെൽവേലിയിൽ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും വെള്ളമിറങ്ങുന്നത് മെല്ലെയാണ്. തൂത്തുക്കുടി, തിരുനെൽവേലി ജില്ലകളിൽ ഇന്ന് പൊതു അവധിയാണ്. വിശദാംശങ്ങളുമായി MG പ്രതീഷ് ചേരുകയാണ് തിരുനെൽവേലിയിൽ നിന്ന്. പ്രതീഷ്, പലയിടങ്ങളിലും മഴ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ വെള്ളക്കെട്ട് വലിയൊരു പ്രശ്നമായി നിൽക്കുന്നു. തൂത്തുക്കുടിയിലും തിരുനെൽവേലിയിലുമൊക്കെ ഇന്നും അവധിയാണല്ലോ. ഏത് രീതിയിലാണ് ഈ പ്രളയത്തെ നേരിടാനുള്ള നടപടികൾ, വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികളൊക്കെ അവിടെ നടക്കുന്നത്? ക്രിസ്റ്റീന, അപ്രതീക്ഷിതമായാണ് തെക്കൻ തമിഴ്നാട് ജില്ലകളെ പ്രളയം വിഴുങ്ങിയത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങൾ പലതും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഉയർന്ന മേഖലയിൽ നിന്നൊക്കെ തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ വെള്ളമൊക്കെ തന്നെ താഴ്ന്ന മേഖലയിലേക്കാണ് ഇരച്ചെത്തിയത്. അതുകൊണ്ട് തന്നെ നിരവധി കുടുംബങ്ങൾ, നിരവധി ഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഇവരെ നേരത്തെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി വിവിധ ക്യാമ്പുകളിലും പലയിടങ്ങളിലുമായി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ജനജീവിതം സാധാരണ നിലയിലാകാൻ ദിവസങ്ങൾ എടുക്കുമെന്നാണ് അധികൃതർ അടക്കം പറയുന്നത്. പല മേഖലകളിലേക്കുമുള്ള റോഡുകൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. റോഡുകൾ തകർന്ന നിലയിലാണ് പല ഗ്രാമങ്ങളിലേക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജനജീവിതം വലിയ തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഈ അപ്രതീക്ഷിതമായി മഴവെള്ളം ഇരച്ചെത്തുകയും നദികൾ കരകവിഞ്ഞതുമാണ് തിരുനെൽവേലിയിലും തൂത്തുക്കുടിയിലും പ്രളയ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുനെൽവേലി നഗരത്തിലടക്കം വലിയ തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ്, ഒപ്പം റെയിൽവേ സ്റ്റേഷൻ അടക്കം ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. നിരവധി ട്രെയിൻ സർവീസുകൾ ഇതിനോടകം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം വിമാന സർവീസുകൾ അടക്കം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. തൂത്തുക്കുടി മേഖലയിലും വലിയ തരത്തിൽ പ്രളയം ബാധിച്ചിട്ടുണ്ട്. നിരവധി കൃഷിയിടങ്ങൾ നശിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് പലയിടങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. ഗതാഗത സർവീസുകളൊക്കെ തന്നെ പുനഃസ്ഥാപിച്ചെങ്കിലും പൂർണ്ണമായി വാഹനങ്ങളൊന്നും തന്നെ പല മേഖലകളിലും ഓടിത്തുടങ്ങിയിട്ടില്ല. KSRTC ഭാഗികമായി തിരുനെൽവേലി, തൂത്തുക്കുടി മേഖലയിൽ സർവീസുകൾ നടത്തുന്നുണ്ട്. നാളെ തമിഴ്നാട് സർക്കാരിന്റെ പ്രതിനിധി സംഘം അടക്കം തൂത്തുക്കുടി സന്ദർശിക്കുമെന്ന ഒരു വിവരം വരുന്നുണ്ട്. MK സ്റ്റാലിൻ നിലവിൽ ഡൽഹിയിലാണ്. അദ്ദേഹം നാളെയോടുകൂടി തൂത്തുക്കുടിയിൽ എത്തുമെന്ന ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിൽ ജനങ്ങൾ ഇപ്പോഴും ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ പ്രളയ ദുരിതപ്പെയ്ത്ത് അവസാനിച്ചെങ്കിലും പ്രളയക്കെടുതിയാണ് ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. ക്യാമ്പുകളിൽ കഴിയുന്നവർ അവിടെ തന്നെ തുടരണമെന്നും അപകട മേഖലയിൽ നിന്ന് മാറി നിൽക്കണമെന്നുമുള്ള നിർദ്ദേശമാണ് അധികാരികൾ നൽകിയിരിക്കുന്നത്. 1200-ലധികം പേരാണ് തിരുനെൽവേലിയിൽ മാത്രം ക്യാമ്പുകളിൽ കഴിയുന്നത്. തൂത്തുക്കുടിയിലും സമാനമായ സാഹചര്യമാണ്. 1992 ശേഷമാണ് തിരുനെൽവേലിയിലും തൂത്തുക്കുടിയിലും ഇത്തരത്തിലൊരു പ്രളയവും വെള്ളപ്പൊക്കവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ജനജീവിതത്തെ വളരെ ഗുരുതരമായി ഈ പ്രളയം ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ മഴക്കെടുതി, മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും വെള്ളക്കെട്ടടക്കമുള്ള പ്രളയ ദുരിതങ്ങൾ തുടരുകയാണ്. അതിനുവേണ്ടി ഉള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് പ്രളയ സാഹചര്യം ധരിപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ അദ്ദേഹം തൂത്തുക്കുടി സന്ദർശിക്കും എന്നും പറയുന്നുണ്ട്. അല്പസമയത്തിനകം ഡൽഹിയിലെ അശോക ഹോട്ടലിൽ ഇന്ത്യ സഖ്യയോഗത്തിന്റെ നടപടികൾ ആരംഭിക്കും. വിവിധ നേതാക്കൾ, പ്രമുഖ നേതാക്കളെല്ലാം എത്തിച്ചേർന്നു. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മമതാ ബാനർജി, സീതാറാം യെച്ചൂരി, ലാലു പ്രസാദ് യാദവ്, നിതീഷ് കുമാർ, അരവിന്ദ് കെജ്രിവാൾ, NK പ്രേമചന്ദ്രൻ, അഖിലേഷ് യാദവ്, D രാജ, ശരത് പവാർ, ഉദ്ധവ് താക്കറെ, മെഹബൂബ മുഫ്തി, MK സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കൾ അശോക ഹോട്ടലിൽ എത്തിച്ചേർന്നു എന്ന വാർത്ത വരുന്നു. പ്രളയം നേരിടുന്നതിൽ തമിഴ്നാട് സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് കേന്ദ്ര സർക്കാർ. നിലവിലുള്ള സാഹചര്യത്തിന് കാരണം DMK സർക്കാരാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുകയാണ്. ആർക്കെ, കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ശൂന്യവേളയിൽ ഇത്തരത്തിലൊരു കുറ്റപ്പെടുത്തൽ ഉണ്ടാകുന്നു. അതേസമയം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി ഇന്ന് ഡൽഹിയിലുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിട്ടുണ്ട്. കൂടിക്കാഴ്ച ഇന്ന് നടത്തും എന്നും മനസ്സിലാക്കുന്നു. പ്രളയ സാഹചര്യം ധരിപ്പിക്കാനുള്ള അവസരമായി അത് ഉപയോഗിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു പരാമർശത്തിന്റെ സാഹചര്യം എന്തായിരുന്നു? വിശദാംശങ്ങൾ. ശൂന്യവേളയിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള AEADMK അംഗങ്ങൾ നിലവിലുള്ള സാഹചര്യത്തിലേക്ക് സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിച്ചത്. ഈ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ച കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. അദ്ദേഹം രാജ്യസഭയിലെ BJPയുടെ സഭാ നേതാവ് കൂടിയാണ്. രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ചത്. നിലവിലുള്ള
അവസ്ഥ തമിഴ്നാട്ടിൽ ഉണ്ടായതിന് കാരണം DMK സർക്കാരിന്റെ വീഴ്ചയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഉന്നയിക്കപ്പെട്ട AIADMK അംഗങ്ങൾ ഉന്നയിച്ച പരാതിയെ രാഷ്ട്രീയമായി തങ്ങൾക്ക് അനുകൂലമാകുന്ന വിധത്തിൽ മാറ്റുകയായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തത്. എല്ലാവിധത്തിലുള്ള സഹായവും കേന്ദ്രം പല ഘട്ടങ്ങളിലും നൽകിയിട്ടുണ്ട്. ഈ സഹായങ്ങളോ കേന്ദ്ര പദ്ധതികളോ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാത്ത ഒരു അവസ്ഥ തമിഴ്നാട്ടിൽ ഉണ്ട്. രാഷ്ട്രീയമായിട്ട് ഉള്ള മുതലെടുപ്പ് മാത്രമാണ് തമിഴ്നാട് സർക്കാരിന്റെ ലക്ഷ്യം എന്നതടക്കമുള്ള വിമർശനങ്ങളും പീയൂഷ് ഗോയൽ ഉന്നയിച്ചു. അർഹമായിട്ടുള്ള പരിഗണന ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുടർന്നും കേന്ദ്രം നൽകും എന്നും പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറുപടി പറയുകയാണ് ലോക്സഭയിൽ. CGSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭേദഗതി ബില്ലിലാണ് ധനമന്ത്രി ഇപ്പോൾ മറുപടി പറയുന്നത്. ഈ ഓൺലൈൻ ഗെയിമിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള 28% ടാക്സ് ഏർപ്പെടുത്തിയ നടപടി, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തത വേണം എന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു വ്യക്തത ധനമന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് ധനമന്ത്രി വ്യക്തമാക്കി. 28% ടാക്സ് നിലനിൽക്കും എന്നത് ഉൾപ്പെടെയുള്ളതാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ ഈ ചർച്ചയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, പല ഘട്ടങ്ങളിലും കേരളത്തിന് വിഹിതം ലഭിക്കുന്നില്ല എന്ന് പരാതി ഉയരുന്നെങ്കിലും സഭയിൽ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ആ ആവശ്യം ഉന്നയിക്കാനായിട്ട് അംഗങ്ങൾ ആരും ഉണ്ടായില്ല എന്നുള്ളതും ഈ ചർച്ച ഇപ്പോൾ നടക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ ചർച്ച ബഹിഷ്കരിക്കപ്പെടുന്ന സാഹചര്യത്തിലും അംഗങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിലുമാകണം അങ്ങനെയുള്ള ഒരു ആവശ്യം ഉന്നയിക്കാൻ കേരളത്തിൽ നിന്ന് ആരും ഉണ്ടായില്ല എന്നുള്ളതും ഇപ്പോൾ നടക്കുന്ന ചർച്ചയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു R രാധാകൃഷ്ണൻ. അല്പസമയം മുമ്പാണ് IPL താരലേലവുമായി ബന്ധപ്പെട്ട റെക്കോർഡ് തുകയ്ക്ക് പാട്രിക് ജെയിംസ് കമ്മിൻസ് എന്ന് പറയുന്ന പാറ്റ് കമ്മിൻസ്, ഓസ്ട്രേലിയൻ താരം, 20.5 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ടു. അത് റെക്കോർഡ് തുകയായിരുന്നു. പക്ഷേ അല്പസമയം കഴിയുമ്പോൾ ആ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. മിച്ചൽ സ്റ്റാർക്കാണ് ഇപ്പോൾ പൊന്നുമിലയുള്ള താരം. 24,75,00,000 രൂപയ്ക്കാണ് സ്റ്റാർക്കിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവരുടെ ടീമിലെത്തിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ രേഖാ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ നിലവിലെ അന്വേഷണ സംഘം ശുപാർശ ചെയ്തു. വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തറാണ് ചേരുന്നത് കൊല്ലത്ത് നിന്ന്. ഷഫീദെ, ഈ കേസ് നിലവിലെ അന്വേഷണ സംഘം തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണമെന്ന് പറയുന്നത്. സംസ്ഥാന വ്യാപകമായി ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗം നടന്നിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണോ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്? യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ID കാർഡ് ഉപയോഗിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ മ്യൂസിയം പോലീസ് ആയിരുന്നു കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിന്മേൽ മ്യൂസിയം പോലീസിന് രണ്ടാമത് ഒരു കേസ് കൂടി നിരത്തിയിരുന്നു. കേസിൽ ആരെയും പ്രതി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് വ്യാജ ID കാർഡ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പ്രാഥമിക പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ വ്യാപകമായി തെരഞ്ഞെടുപ്പ് ID കാർഡ് വ്യാജമായി നിർമ്മിച്ചതായി കണ്ടെത്തി. ഇതിൽ അന്വേഷണം വേണമെന്ന് നേരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തടക്കം നൽകിയിരുന്നു. ഈ കാർഡുകൾ പൊതുതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള നിലവിലെ അന്വേഷണ സംഘത്തിന്റെ ശുപാർശ. സംസ്ഥാനമൊട്ടാകെ തട്ടിപ്പ് നടന്നതിനാൽ വ്യാപകമായ അന്വേഷണം വേണമെന്നും ഗൗരവത്തിൽ അന്വേഷണം വേണമെന്നും ഈ നിലവിലെ അന്വേഷണ സംഘം വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുന്ന ശുപാർശ സംസ്ഥാന പോലീസ് മേധാവിയോട് തേടിയത്. ക്രിസ്റ്റീന. ശരി, കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഷഫീദ് റാവുത്തർ. വയനാട് വാകേരിയിൽ പിടിയിലായ നരഭോജി കടുവയെ തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചു. വയനാടിനെ വിറപ്പിച്ച കടുവയെ 10 ദിവസം നീണ്ട ദൗത്യത്തിലൂടെയാണ് ഇന്നലെ പിടികൂടിയത്. മുഖത്തും കൈക്കും പരിക്കേറ്റ കടുവയെ ചികിത്സിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ചേരുന്നത് സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്തായാലും തൃശ്ശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണിപ്പോൾ കടുവ. ഏത് രീതിയിലായിരിക്കും കടുവയെ അവിടെ പരിപാലിക്കുന്നത്? എന്തായാലും ഇന്നലെ മുഖത്തൊക്കെ മുറിവൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്നാലും ആളിന് ശൗര്യത്തിനൊന്നും കുറവില്ല എന്ന് കൂട്ടിലുള്ള ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഈ സുവോളജിക്കൽ പാർക്കിലെ ഇദ്ദേഹത്തിന്റെ ഒരു ജീവിതം വരും ദിവസങ്ങളിൽ? ക്രിസ്റ്റീൻ, എന്തായാലും ഇതിന്റെ ഈ പരിക്ക്, അതായത് മുഖത്തെ പരിക്ക് അല്പം ഗുരുതരം തന്നെയാണ്. അത് വലിയ ഒരു മുറിവാണ്. അതിന്റെ ഈ മുറിവ് ആദ്യം അതിനുള്ള ചികിത്സയാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു കാലിനും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പരിശോധനയിൽ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ കാലിനും മുഖത്തിനും ഏറ്റ പരിക്ക് അതിനുള്ള ചികിത്സയാണ് നൽകുക. അത് ഈ 2 ദിവസം അതായത് വലിയ രീതിയിൽ ഇതിന്റെ ഒബ്സർവേഷൻ നടത്തും, ഇതിനെ നിരീക്ഷിക്കും. ആ നിരീക്ഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ ചികിത്സ എത്തരത്തിൽ പിന്നീട് കൊണ്ടുപോകണം എന്നുള്ളത് സംബന്ധിച്ചെല്ലാം തന്നെ പരിശോധനകളിലേക്ക് കടക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഒബ്സർവേഷന് വേണ്ടിയുള്ള ഒരു പ്രത്യേക തരം കൂടിലാണ് ഈ കടുവയെ പാർപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതിനെ പ്രത്യേക കൂട്ടിലേക്ക് മാറ്റും എന്നുള്ളതാണ് എന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരാഴ്ച
ഒരാഴ്ചയോളം ഈ കടുവ എന്തായാലും നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും. രാവിലെ എത്തിക്കുന്ന സമയത്തെല്ലാം കടുവ ചെറിയ രീതിയിൽ ശാന്ത സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ കടുവ ശൗര്യം പുറത്തെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആദ്യമൊക്കെ ഇതിന്റെ ഒരു അവശതയാകാം എന്ന് കരുതിയെങ്കിൽ പോലും പക്ഷേ ഒരു തരത്തിലും ഉള്ള അവശതയോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. എന്തായാലും കൃഷിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 ദിവസം നീണ്ട ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ഈ കടുവയെ പിടികൂടിയത്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ എന്തായാലും തൃശ്ശൂരിൽ ഈ കടുവയെ എത്തിച്ചിരിക്കുന്നു. കൃഷിന. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കൺസ്യൂമർ ഫെഡ് എല്ലാ ജില്ലയിലും ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ആരംഭിക്കും. ഇതിനായി സർക്കാർ 1.34 കോടി രൂപ അനുവദിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറച്ച് വിതരണം ചെയ്യാൻ സബ്സിഡി തുക ഉപയോഗിക്കും. വിശദാംശങ്ങളുമായി VA ഗിരീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഇത്തവണ സപ്ലൈകോയുടെ പ്രത്യേക ക്രിസ്മസ് വിപണികൾ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നു. അതേസമയം തന്നെ സബ്സിഡി വിഭാഗത്തിൽ വില കുറച്ച് വിൽക്കാനായി സാധനങ്ങൾ വിതരണം ചെയ്യാൻ 1.34 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു ധനകാര്യ വകുപ്പെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ. ഇത്തവണ കൺസ്യൂമർ ഫെഡ് എല്ലാ ജില്ലകളിലും ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ആരംഭിക്കും. വില കുറച്ച് അവശ്യ സാധനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രിസ്മസ് പുതുവത്സര ചന്തകൾ. ഇതിനായി 1.34 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി VA ഗിരീഷ് ചേരുകയാണ്. ഗിരീഷ്, 1.34 കോടി രൂപ സർക്കാർ അനുവദിച്ചിരിക്കുന്നു. ഇത് വിലക്കുറച്ച് അവശ്യ സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. എന്നാൽ സപ്ലൈകോയുടെ പ്രത്യേക വിപണികൾ ഉണ്ടായിരിക്കില്ല, അത് തന്നെയല്ലേ? ക്രിസ്റ്റിന, ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വാർത്തകൾ അനുസരിച്ച് കൺസ്യൂമർ ഫെഡ് മാത്രമായിരിക്കും ക്രിസ്മസ് പുതുവത്സര ചന്തകൾ തുറക്കുക. ഇതിനായിട്ടാണ് ഇപ്പോൾ സർക്കാർ ധനസഹായം അനുവദിച്ചിരിക്കുന്നത്. 1,34,00,000 രൂപയാണ് കൺസ്യൂമർ ഫെഡിന് ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് തന്നെ സബ്സിഡി തുക ഉപയോഗിച്ച് നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറച്ച് വിതരണം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് സർക്കാരിന്റെ അവകാശവാദം. ഉത്സവകാല വിപണി ഇടപെടലിനായി 75 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഉത്സവകാല വിൽപ്പനയ്ക്ക് ശേഷം സബ്സിഡി തുക അനുവദിക്കുന്നതാണ് രീതി. എന്നാൽ ഇത്തവണ മുൻകൂറായി തന്നെ കൺസ്യൂമർ ഫെഡിന് തുക അനുവദിച്ചു എന്നുള്ളതാണ് ധനകാര്യ വകുപ്പ് വ്യക്തമാക്കുന്നത്. പക്ഷെ അപ്പോഴും കൺസ്യൂമർ ഫെഡിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇത്തരം പുതുവത്സര വിപണികൾ നടത്തുന്നത് സപ്ലൈകോയാണ്. 13 സാധനങ്ങൾ വിലക്കുറച്ച് നൽകുന്നത്. എന്നാൽ ഇത്തവണ സപ്ലൈകോയ്ക്ക് ഇത്തരത്തിൽ ഉത്സവ ചന്തകൾ നടത്തുന്നതിനുള്ള സാഹചര്യമില്ലാത്ത വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടെയാണ് സപ്ലൈകോ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ സപ്ലൈകോയുടെ ചന്തകൾ ഉണ്ടാകില്ല എന്നും തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു VA ഗിരീഷ്.